എന്താടാ ഞാൻ നാളെ പറഞ്ഞ കാര്യം വല്ലതായോ എല്ലാം നടക്കുവോ? എടാ ഞാൻ അന്വേഷിച്ചപ്പോ എന്താന്ന് വെച്ചാൽ ഒരു പള്ളിയിൽ അച്ഛൻ നടക്കണം. അപ്പോ വാപ്പാനെ കൊണ്ടാക്കാനല്ലേ ഇപ്പൊ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ അതെന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ചുറ്റുവടത്ത് നടക്കുന്ന ഒരു പള്ളിയിൽ അച്ഛൻ നടത്തുന്ന ഒരു സാധനമുണ്ട്, വൃദ്ധസദനം. അപ്പൊ അതില് നമ്മള് കൊണ്ടാക്കണം. പക്ഷെ വാപ്പാനെ നമ്മള് വേറെ എവിടേക്കെങ്കിലും കാഴ്ച പറഞ്ഞിട്ട് കൊണ്ടുപോകേണ്ടി ഒരു കാര്യം നമുക്ക് എന്താ കടല് കാണാനാന്ന് പറയാം. കാരണം കുടുംബത്തിൽ സ്ഥലമില്ല, ഈ ആകെ കൂടി നടക്കണില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, വാപ്പാക്ക് കടല് കാണണമെന്ന് കുറെ കാലം എന്നോട് ആഗ്രഹം പറഞ്ഞു. ഇത് വെച്ചിട്ട് നമുക്ക് മെല്ലെ വാപ്പാനെ വീട്ടിൽ നിന്ന് ഇറക്കാം. പിന്നെ അവിടെ എത്തിയാലല്ലേ ഓട്ടോമാറ്റിക് പറയണ്ട. പള്ളിയിലെ അച്ഛൻ ഭയങ്കര ബുദ്ധിശാലിയാന്നാ പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് അവിടെ എടുക്കണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് അടവ് നയങ്ങളൊക്കെ എടുക്കണം. എന്താന്ന് വെച്ചാല് വീട്ടിലെ സൗകര്യം, മക്കളെ പഠിപ്പ് എല്ലാം കൂടി ജോലി തിരക്ക് നമുക്ക് എത്തുന്നില്ല എന്നൊക്കെ നമ്മൾ അവിടെ പറയണം. ആയിക്കോട്ടെ, നമുക്ക് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം. നമുക്ക് പോകും. നന്മ അറിഞ്ഞ മറിയമേ, സ്വസ്തികർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് വാഴ്ത്തപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പത്രോസേ, ഈ പാത്രം എന്താണ് ഇവിടെ വെച്ചിരിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ളതല്ലേ? ആ കിച്ചണിൽ കൊണ്ടുപോയി വെക്കൂ. കർത്താവേ, എല്ലാത്തിനും എന്റെ കണ്ണെത്തണം. എനിക്ക് ഹെൽപ്പറായിട്ടൊരു പത്രോസ് ഉണ്ട്, മണ്ടൻ പത്രോസ്. അച്ഛപ്പത് കാലത്ത് തന്നെ ഇപ്പൊ ചാവി ഓണാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ കിരികിരി അറിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ എന്താ കുര്യാക്കോസേ, 4-5 ദിവസം അതില് പോയിട്ട് നിന്നെ കുറിച്ചൊരു വിവരമില്ലല്ലോ. അച്ഛോ, ഒരു 3 അഡ്മിഷൻ പുതിയത്, അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോയതാണ്. ഈ അച്ഛനൊരു 10 ഇരുന്നൂടെ. അതെന്നെയാ കുര്യാക്കോസ ഞാൻ ആലോചിച്ചത്. നീ ആ കുശിനിന്ന് ആ കസേര ഇങ്ങോട്ട് എടുത്തോ. ഓക്കെ അച്ഛൻ. ഓ, ഇത് അച്ഛൻ കേട്ടോ, വല്ലാത്തൊരു റേഞ്ച് ആയല്ലോ അച്ഛന്റെ ചെവി. അച്ഛോ, ഇവിടെ ഇരുന്നോളൂ, അവിടെ നല്ല വെയിലാ. കുറെ നേരമായല്ലോ നടത്തിക്കണേ. കാണിക്കാറിനിട്ട് കുറച്ചുകൂടി ഉണ്ടല്ലോ അപ്പാ. അതേ പാപ്പ, കുറച്ചു നേരം ഇവിടെ ഇരിക്കാം നമുക്ക്. വഹിച്ചിട്ട് വയ്യ, ഞങ്ങള് കൊറേ നേരമായി കടല് കാണിക്കാറുണ്ട്. എന്തേലും മേടിച്ചാ ഞങ്ങളേ. എന്താ മക്കളെ, അതേ ഞാൻ ചോദിച്ചിട്ട് വരാം. കഴിച്ചിട്ട് വയ്യ. അച്ഛൻ്റെ അവിടെ അച്ഛനെ വിളിച്ചിട്ട് വരാം. എന്താ മാനവ, അച്ഛൻ 2 ആള് വന്നിട്ട് കാണാൻ. ആരൊക്കെയാ വന്നിരിക്കണേ? കാര്യം പറയാനുണ്ട്. കൊറേ നേരമായി എന്റെ മാന. പറയൂ. ഏട്ടനുണ്ട്. ഓ, ഇവിടെ ഇരിക്കട്ടാ. കൊറേ നേരമായി തുടങ്ങിയിട്ട്. കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അച്ഛോ, ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഉപ്പാനൊന്ന് ഇവിടെ ചേർത്താൻ വേണ്ടിട്ട്. ഞങ്ങളുടെ വീട് തീരെ സൗകര്യം വളരെ കുറവാണ്. എല്ലാവരും കൂടി ആകുമ്പോൾ തിങ്ങി തീർത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, താമസത്തിന് ഭയങ്കര പ്രയാസമാണ്. ഞങ്ങളുടെ ഉപ്പാനൊന്ന് ഇവിടെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഞങ്ങളുടെ മക്കളും എല്ലാം കൂടി ചേർന്നിട്ടേ അവിടെ താമസിക്കാൻ സൗകര്യക്കുറവാണ്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. ഇവിടെ അനാഥർക്ക് താമസിക്കാനുള്ള ഇടമാണ്. അദ്ദേഹത്തിന് മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇവിടെ താമസിപ്പിക്കുന്നത്? അപ്പോ അദ്ദേഹം അനാഥനല്ല. നിങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മക്കളല്ലേ? സൗകര്യം വളരെ കുറവാണ്, അതാണ്.
നിങ്ങളുടെ ഉപ്പ അനാഥനല്ല. പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ ചേർക്കും? അങ്ങനെ പറയല്ല അച്ഛൻ. എത്ര പൈസ വേണമെങ്കിൽ ഞങ്ങൾ ഡൊണേഷൻ ഞങ്ങളെ കൈ വിടരുത്. ഒരു അപേക്ഷയാണ്. അച്ഛോ, അച്ഛനൊന്ന് മനസ്സ് വെക്കണം. ഞങ്ങളുടെ ഉപ്പാനെ ഇവിടെ ഒരു അനാഥയായിട്ട് ഇവിടെ നിൽക്കണം. നിങ്ങളുടെ ഉപ്പാനെ അനാഥനായിക്കൊണ്ട് ഇവിടെ ചേർത്തണം അല്ലേ? അനാഥൻ എന്താ അതിന്റെ അർത്ഥം എന്ന് നിങ്ങൾക്കറിയോ? കൊള്ളാം കൊള്ളാം. ആരുമില്ലാത്തവരെ മാത്രമേ ഇവിടെ ചേർക്കാറുള്ളൂ. അനാഥരായ ആൾക്കാരെ ഇവിടെ ചേർത്താൽ ഞാൻ കുറ്റക്കാരനാവും. നിയമം അതിന് അനുവദിക്കുന്നില്ല. ഞാൻ അതിന് കൂട്ടുനിൽക്കുകയുമില്ല. നിങ്ങളുടെ ഉപ്പാനെ ഇവിടെ ചേർത്താൽ എനിക്കതൊരു തലവേദനയാവും. അത് മാത്രമല്ല, ഇതുപോലെ ഒരുപാട് പേര് പിന്നെയും പിന്നെയും വരും. അവർക്കൊക്കെ ഞാൻ ഇവിടെ അഡ്മിഷൻ കൊടുക്കേണ്ടി വരും. നിങ്ങളുടെ കാര്യത്തിന് ഒരു പരിഹാരം ഞാൻ കാണുന്നില്ല. പക്ഷേ ഒരേ ഒരു പരിഹാരമുണ്ട്. എന്താ അച്ഛോ പരിഹാരം? അത് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യാവും. എന്നാലും ഞാൻ ആലോചിച്ചിട്ട് ആ മാർഗമല്ലാതെ വേറെ ഒന്നും എന്റെ മനസ്സിലില്ല. എന്നാ അച്ഛാ മാർഗം എന്താന്ന് പറഞ്ഞു താ. നിങ്ങളുടെ പ്രധാന പ്രശ്നം എല്ലാവർക്കും കൂടി ഒന്നിച്ച് താമസിക്കാൻ പറ്റില്ല എന്നതല്ലേ? നിങ്ങളുടെ ജോലി തിരക്ക് കാരണം ഉപ്പാനെയും മക്കളെയും നോക്കാൻ പറ്റില്ല എന്നുള്ളതല്ലേ? അല്ല പത്രോസേ, നീ എന്താ ഇവിടെ ഇങ്ങനെ? ആ കുട്ടികളുടെ കാര്യം ആരാടാ നോക്കുക? ഞാൻ പറഞ്ഞ പരിഹാരം ഇവിടെ വലിയവരെ മാത്രമല്ല കുട്ടികളെയും താമസിപ്പിക്കാം. അതും അനാഥരല്ലാത്ത മക്കളും. നിങ്ങൾ നിങ്ങളുടെ മക്കളെയും ഇവിടെ ചേർക്കുവിൻ. എന്ത് വർത്താനം അച്ഛായി പറയണേ? അറിവുള്ളവരാച്ച എന്തും പറയാന്നാ. അച്ഛോ, അതൊരിക്കലും ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ മക്കളെ അനാഥാലയത്തിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല അച്ഛൻ. വേറെന്താ അച്ഛൻ പറഞ്ഞു? ഇതല്ലാതെ വേറൊരു പരിഹാരമില്ല. നിങ്ങൾക്ക് ജന്മം നൽകിയ പിതാവിനെ ഇവിടെ നിർത്തിയിട്ട് നിങ്ങൾ മുടന്ത ന്യായങ്ങൾ എന്നോട് പറയാം. പണ്ടത്തെ കാലത്ത് ഇങ്ങനെയല്ലായിരുന്നു. പട്ടിണി കിടന്നും ഭക്ഷണം കഴിക്കാതെയും ജോലി ഇല്ലാതെയും ഒക്കെയാണ് ആ കിടക്കുന്ന മനുഷ്യൻ നിങ്ങളെയൊക്കെ നോക്കിയുണ്ടാക്കിയത്, ഈ നിലയിലാക്കിയത്. എന്നിട്ട് ആ മനുഷ്യനെ നിങ്ങളിവിടെ അനാഥശാലയിൽ കൊണ്ടാക്കുന്നു അല്ലെ? ഉപ്പ എണീക്കൂ. സാരില്ല, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. എല്ലാം ഞാൻ മക്കളോട് പറയാം. ധൈര്യമായിട്ടിരിക്കും. അച്ചോ, ഞാനൊരു ചുമട്ട് തൊഴിലാളിയായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയുണ്ടാക്കിയ മക്കളാ. അവരെന്നെ കടലിൽ കാണിക്കാന്ന് പറഞ്ഞിട്ട് കൊടുന്നാക്കിയത് അച്ചവിടെ. ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. കർത്താവേ, വിഷമിക്കാതെ. എല്ലാം ശരിയാവും ഉപ്പ. കാര്യങ്ങളൊക്കെ ഞാൻ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി സുഖമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കാം. എന്നാലും എൻ്റെ മക്കൾ ഇന്നെ ഇവിടെ കൊടുന്നാക്കിയാലോ സഹിക്കില്ല. എന്തെങ്കിലും കഴിക്കണോ ഉപ്പ? ഒന്നും വേണ്ട. എനിക്ക് നമുക്ക് അവിടെ കേട്ടാക്കുമ്പോ സമാധാനം. എനിക്ക് ഒന്നും കൂടി ഇവിടെ ഇരിക്കണം. സമാധാനമായിട്ട് അച്ഛൻ്റെ അടുത്ത് കുറച്ചേരം ഇരുന്നാലും സമാധാനം. അച്ഛോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി. ഞങ്ങള് ഇനി ഞങ്ങളുടെ ഉപ്പാനെ കൊണ്ടുപോവാണ്. എല്ലാം ബോധ്യപ്പെട്ടു അച്ഛോ. ഉപ്പ നമുക്ക് നമ്മളെ കുടിയിലേക്ക് പോവാ. വരി.
പിന്നെ മക്കളെ തിരിച്ചു കിട്ടിയാലോ. ധൈര്യമായിട്ട് പോകും. ആയിക്കോട്ടെ ട്ടാ. ശരി അച്ചോ. കർത്താവേ, ഞാനൊരു നല്ല പ്രവൃത്തി ചെയ്തു, പുണ്യപ്രവൃത്തി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.